നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് ഉറക്കം കിട്ടില്ല, തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയാ. അതല്ലെങ്കിലും പിടിച്ചു കഴിഞ്ഞല്ലോ. ഇനി എത്രത്തോളം കൂടുമെന്ന് കണ്ടാ മതി. നീ ഇങ്ങനെ പാത്തും പതുങ്ങിയും വന്ന് നിൽക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മറഞ്ഞു നിൽക്കാതെ വെളിച്ചത്തോട്ട് മാറി നിന്ന് സംസാരിക്കുക. ഞങ്ങൾ ഇവിടെ പറയുന്നത് ഞങ്ങളുടെ പുതിയ ക്ലിനിക്കിലേക്കുള്ള സാധനങ്ങൾ എടുക്കുന്നതിനെ കുറിച്ചാ. ഇപ്പൊ തന്നെ നീ നിന്നെ മകനെ വിളിച്ച് പറഞ്ഞേക്കും. അതൊക്കെ ഞാൻ എപ്പോഴേ അറിയിച്ചു. എന്തായാലും അവിടെ വന്ന് അവകാശം സ്ഥാപിക്കാനും കൊടി പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ കൊടികുത്തിയില്ലെങ്കിലും മായാരഞ്ജനിയുടെ പേരില് ആശുപത്രി വരുമ്പോ പഴയ നേഴ്സ് ചിലപ്പോ വന്നിരിക്കും. അതോർത്ത് നീ വേവലാതിപ്പെടണ്ട. നീ നിന്റെ പാട് നോക്കി പോകാൻ തന്നെ. ഡാഡിക്ക് ക്ലിനിക്കിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ. എന്നത്തേക്ക് പോകാൻ പറ്റുമെന്ന് നിരഞ്ജൻ പറയണം. അതിനനുസരിച്ച് വേണം ബാക്കി കാര്യങ്ങൾ നീക്കാൻ. അത് സാറ് പറഞ്ഞാ മതി. എനിക്ക് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ അല്ല, പെട്ടെന്ന് മനസ്സിലൊരു തോന്നൽ. ഒരുപാട് കാലമായി മല കയറിയിട്ട്. മണ്ഡലകാലമല്ലേ, ഒന്ന് ശബരിമലയ്ക്ക് പോയാലോ എന്ന് ജയിലിൽ കിടന്നപ്പോ തോന്നിയതാ. അതിന് നിങ്ങൾക്ക് ഇത്രയും ഭക്തിയൊക്കെ ഉണ്ടോ? ഭക്തി മനസ്സിലല്ലേ അക്ഷര, അല്ലാതെ നെറ്റിയിൽ വരയ്ക്കുന്ന ചന്ദനക്കുറിയിലല്ലോ. പറ്റിയാലേ അമ്മായി അച്ഛനെ കൂടെ ഒന്ന് കൊണ്ടുപോ. പുണ്യപാപ ചുമടും എടുത്ത് മല കയറട്ടെ. വലിയ ഇരുമുടിക്കെട്ട് വേണ്ടി വരും. അത്രയ്ക്ക് പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ. എങ്ങനെ നടന്നു കയറാനാ? അല്ല, യഥാർത്ഥ ഭക്തിയുള്ളവര് കാലില്ലെങ്കിലും കേറുന്നുണ്ട്. ഇങ്ങനെ മറ്റേ ചുമന്നോണ്ട് പോകുന്ന ആ കസേരയില്ലേ, അതിനകത്തിരുത്തി കൊണ്ടുപോയാൽ മതി. നല്ല രസമായിരിക്കും കാണാൻ. അതെങ്ങനെയാണെന്ന് വെച്ചാ